اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഹിജ്റ വർഷം 1446 നമ്മളുള്ളത്. മുഹറം ഇന്ന് 6 അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് മുഹറം 9ഉം 10ഉം. സുന്നത്ത് നോമ്പുള്ള ദിവസമാണ്. അതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഹിജ്റ വർഷത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 ഹിജ്റയുടെ ചരിത്രം പറയാനുണ്ട് മുഹറം മാസത്തിന്. അതൊന്ന്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട ദിവസം മുഹറം മാസത്തിലാണ്. മറ്റൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹു അറബികൾക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം വ്യാപിച്ചപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ആധാരമാക്കാവുന്ന ഒരു കാലഗണന വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അറബി മാസം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തപ്പോൾ എന്തിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അറബി മാസം തുടങ്ങുന്നത് എന്ന് ഇങ്ങനെ സഹാബത്ത് ചർച്ച ചെയ്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതലാവാം അറബി മാസം എണ്ണി വരുന്നതെന്ന് കുറെ ആളുകൾ അഭിപ്രായം പറഞ്ഞു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം മുതലാകാമെന്ന് വേറെ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട 40 വയസ്സ് ഖുർആൻ അവതരിപ്പിച്ച അത് മുതലാകാം എന്ന് വേറെ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞു. പക്ഷേ സഹാബത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി സകലവും ത്യജിച്ചുകൊണ്ട് ഒരു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ ഹിജ്റയെ പരിഗണിച്ചുകൊണ്ടാവാം മാസഘടന തുടങ്ങുന്നത് എന്ന് സഹാബത്ത് ഏകകണ്ഠമായി തീരുമാനിക്കുകയും അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പരിഗണിച്ചുകൊണ്ട് അറബി വർഷം അവിടുന്ന് ഇങ്ങോട്ട് എണ്ണി വരികയും ചെയ്തു. അതിനു മുമ്പേ വർഷം കണക്കാക്കുന്ന രീതിയില്ല എങ്കിൽ പോലും മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്നിങ്ങനെ എണ്ണുന്ന രീതി അതിനു മുമ്പുണ്ട്. അപ്പം വർഷം കണക്കാക്കുന്ന രീതി അത് മുതലാണ് തുടങ്ങി വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുഹറം മാസത്തിന് 2 ഹിജ്റകളുടെ ചരിത്രം നമ്മോട് പറയാനുണ്ട്. അള്ളാഹുവിന്റെ ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം കയ്യൊഴിച്ച് പോകേണ്ടി വരുന്ന, അള്ളാഹുവിൽ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. ആ ഹിജ്റ മാത്രമല്ല ഹിജ്റ എന്നാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആദർശത്തിന് വേണ്ടി നാടും വീടും വിട്ടു പോവുക എന്നത് മാത്രമല്ല ഹിജ്റ. ഹജറ എന്ന പദത്തിൽ നിന്നാണ് ഹിജ്റ എന്ന പദമുണ്ടായത്. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു, ഒഴിവാക്കി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഹിജ്റ എന്ന് പറഞ്ഞാൽ വെടിയലാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹു വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, അതിനെയൊക്കെ വെടിഞ്ഞവനാണ് മുഹാജിർ. ആ അർത്ഥത്തിൽ ഞാനും നിങ്ങളും
ഓരോരുത്തരും മുഹാജിറുകളാവേണ്ടതുണ്ട് എന്നാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ മുഹാജിറുകളാവണം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഭൗതിക ലോകത്ത് ലഭിക്കാവുന്ന നേട്ടങ്ങളും ലാഭങ്ങളുമൊക്കെ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവുന്ന ഈമാനികമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് മുഹാജിറാവാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ വിട്ടേച്ച് പോകേണ്ടി വരിക. ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും പറമ്പും സ്വത്തും മുഴുവൻ അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ വിട്ടൊഴിഞ്ഞ് പോകേണ്ടി വരിക എന്നൊരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ ആദർശം കൈയൊഴിയുമോ അല്ല ഈ സ്വത്ത് കൈയൊഴിയുമോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാനും നിങ്ങൾ സ്വീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി വീടും സ്വത്തും കൈയൊഴിച്ച് വിട്ടുപോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതല്ല സ്വത്തും സമ്പത്തും ഒക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആദർശം കൈയൊഴിയേണ്ടി വരിക. ഇതിലേത് നമ്മൾ തിരഞ്ഞെടുക്കും? അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ ആദർശം മുറുകെ പിടിക്കുമ്പോൾ ഭൗതികമായി അരുതായ്മയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഭൗതികമായ സുഖങ്ങൾ വേണ്ട എന്ന് വെക്കുക, ഭൗതികമായ സമ്പത്തും സ്വത്തും വേണ്ട എന്ന് വെക്കുക. അതിലേത് നമ്മൾ സ്വീകരിക്കും? നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. യഖീനായ ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ ദീന് മതി, ആദർശം മതി, ബാക്കിയുള്ളതൊക്കെ ദുനിയാവിൽ വിട്ടേച്ചു പോകേണ്ടതാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അത് ദീനും ഈ പറമ്പും സ്വത്തും ഒക്കെ വിട്ട് ഹിജ്റ പോകുന്ന കാര്യമായിരുന്നാലും ശരി, ഭൗതിക ലോകത്തെ സുഖങ്ങളും സമ്പത്തും സൗകര്യങ്ങളും ഒഴിവാക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഒഴിവാക്കേണ്ടുന്ന കാര്യമായിരുന്നാലും ശരി, രണ്ടും സാധിക്കണമെങ്കിൽ അള്ളാഹുവിൽ സുദൃഢമായ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഹിജ്റയുടെ ചരിത്രം ഒന്ന് ഞാൻ പറഞ്ഞത് 2 ഹിജ്റയുടെ ചരിത്രമാണ്. ആ രണ്ടിലും എനിക്ക് എൻ്റെ ഒപ്പം അള്ളാഹു ഉണ്ട്, എനിക്ക് അള്ളാഹു മതി എന്ന് പ്രഖ്യാപിച്ചതാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. ഹിജ്റ നമുക്കൊക്കെ അറിയാം. മൂസാ നബി അലൈഹിസ്സലാം ഹിജ്റ പോകുമ്പോ തൊട്ടു മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫിർഔനിന്റെ സൈന്യം, കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഇപ്പൊ പിടിക്കപ്പെടും, നമ്മുടെ കഥപ്പത്തി കഴിയും. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, റബ്ബുണ്ട് എന്റെ കൂടെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു. കൂടെ റബ്ബുണ്ട്. ഇതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോ സൗർ ഗുഹക്ക് മുമ്പിലെത്തുകയാണ് ശത്രുക്കൾ. അവരുടെ കാൽപാദം ഗുഹയിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്ന് താഴ്ന്നു നോക്കിയാൽ ഇവരെ പിടിക്കപ്പെടും. ഇപ്പൊ പിടിക്കപ്പെടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നമ്മോടൊപ്പം അള്ളണ്ട് എൻ്റെ ഒപ്പം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുന്നതിന് തൊട്ടു മുമ്പേ ചോദിച്ചു ഞാൻ സഹായിക്കാം, എന്ത് സഹായം വേണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഞാനിപ്പോ അള്ളാഹുവിൽ നിന്നാണ് സഹായം ആഗ്രഹിക്കുന്നത്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്കെന്റെ റബ്ബ് മതി, അവൻ എത്ര കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എത്ര അനുഗ്രഹീതനാണ്. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാമിന് എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് തോന്നി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് തോന്നി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് അനുഭവപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാമിന് എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് അനുഭവപ്പെട്ടു. ഈസാ നബി അലൈഹിസ്സലാമിന് എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് അനുഭവപ്പെട്ടു. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്കൊക്കെ ഞങ്ങളുടെ കൂടെ അള്ളാഹ് ഉണ്ട് എന്ന് അനുഭവപ്പെട്ടു. അതുകൊണ്ട് അവരെല്ലാ നന്മയിലും മുന്നേറുന്നവരായി, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്നവരുമായി. അതുകൊണ്ട് അവർ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി, ലോകത്ത് എന്നും ഓർമ്മിക്കപ്പെടുന്നവരായി, മഹാന്മാരായി. ദുനിയാവ് വിട്ടിരിഞ്ഞാലും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും പദവിയും കിട്ടി. എനിക്കും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ കാലം വരെ ജീവിച്ചിട്ട് എൻ്റെ കൂടെ അള്ളാഹ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം, സംശയത്തിനിടവില്ലാത്ത വിധം പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? നമുക്ക് തോന്നിയിട്ടുണ്ടോ എൻ്റെ കൂടെ അള്ളാഹ് ഉണ്ട് എപ്പോഴെങ്കിലും? നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും
മുസ്ലിം ആയത് എങ്ങനെയാന്ന് ചോദിച്ചാല് ഏതാണ്ട് ഈ കൃത്യമായി ഉദിക്കുന്ന അസ്തമിക്കുന്ന സൂര്യനെ കാണുമ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇതിന്റെ വ്യവസ്ഥയൊക്കെ കാണുമ്പോൾ ഇതിന് പിന്നിലൊരു പടച്ചോൻ ഉണ്ടാവൽ അനിവാര്യമാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പും ഈ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളുടെ സൃഷ്ടിപ്പും ഓരോ അണുവിന്റെ സൃഷ്ടിപ്പും കണ്ണിന്റെ സൃഷ്ടിപ്പും മനുഷ്യ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അത് സങ്കീർണമായ വ്യവസ്ഥയും കൃത്യതയും ഒക്കെ കാണുമ്പോൾ അതിന്റെ പിന്നിലൊരു സൃഷ്ടാവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പടച്ചോൻ ഉണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പരലോകം ഉണ്ട് എന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പരലോകത്ത് വല്ലതും എങ്ങനെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് തട്ടി ഒപ്പിച്ച് എങ്ങനെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. അതിലപ്പുറം കല്ല ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് മുഅ്മിനായ എനിക്കും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പടച്ച, മൂസാ നബി അലൈഹിസ്സലാമിനെ പടച്ച, നൂഹ് നബി അലൈഹിസ്സലാമിനെ പടച്ച, ഈസാ നബി അലൈഹിസ്സലാമിനെ പടച്ച, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച അതേ റബ്ബ് തന്നെയല്ലേ എന്നെ നിങ്ങളെയും പടച്ചത്? അവര് വിശ്വസിച്ച അതേ റബ്ബിൽ തന്നെയല്ലേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്? എന്തുകൊണ്ട് അടിയുറച്ച യഖീനായ ഈമാനോട് കൂടി ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് പറയാൻ, ആ ഒരു ഈമാനികമായ നിലവാരത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും ആർക്കും സാധിച്ചിട്ടില്ല എന്നൊന്നല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. മുസ്ലിം സമുദായത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദീനോ വലുത് സമ്പത്തോ വലുത്, ദീനോ കൈവരിക്കേണ്ടത് സമ്പത്തോ കൈവരിക്കേണ്ടത് എന്നതെടുത്ത് എത്തുമ്പോ സമ്പത്ത് മതി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദുനിയാവ് മതി എന്ന് പറഞ്ഞ് ഒരു വേള വരാനിരിക്കുന്ന അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദുനിയാവ് കൈവരിച്ച് പേരിൽ മുസ്ലിം ആവുകയും എന്നിട്ട് ദുനിയാവിനെ വാരിപ്പുണരുകയും ചെയ്ത ഒരുപാട് നേതാക്കന്മാരെ രാഷ്ട്രീയക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അള്ളണ്ട് എൻ്റെ കൂടെ, അള്ളാന്റെ ദീനാണ് എനിക്ക് വലുത്, ആദർശാണ് എനിക്ക് വലുത് എന്നും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുന്നതുമില്ല. അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തതാണ് ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അല്ലാഹു മഅല്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരോടൊപ്പം അല്ലാഹ് ഉണ്ടാവും. വല്ലദീന ഹും മുഹ്സിനൂൻ, മുഹ്സിനായി നല്ലവനായി ജീവിക്കാൻ തീരുമാനിച്ചവന്റെ ഒപ്പം അല്ലാഹ് ഉണ്ടാവും. അപ്പൊ ഞാൻ മഅയ്യത്തുള്ള, അതാ അറബി പദം. അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ സാന്നിധ്യം അത് എനിക്കും നിങ്ങൾക്കും അനുഭവപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, തഖ്വയോടുകൂടി ജീവിക്കുന്നവന് അത് അനുഭവപ്പെടും. എൻ്റെ കൂടെ അല്ലാഹുണ്ട്. വല്ലദീനഹും മുഹ്സിനൂൻ, നല്ലവനായി ജീവിക്കാൻ അള്ളാഹുവിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നല്ലവനായിക്കൊണ്ട് കുടുംബത്തിൽ നന്മ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ കഴിയുന്ന നന്മ ചെയ്തുകൊണ്ട് ഇടപഴകുന്ന മേഖലകളിലൊക്കെ കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അവന്റെ ഒപ്പം അല്ലാഹുണ്ടാവും. അല്ലാഹുണ്ട് എൻ്റെ കൂടെ എന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, ഏ മോനെ, ഇഹ്ഫദില്ല, നീ അള്ളാഹനെ സൂക്ഷിക്ക, യഹ്ഫദുക, എങ്കിൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ല, നീ അള്ളാഹനെ സൂക്ഷിക്ക, തജിദ്ഹു തുജാഹക, അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ലവരായി ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് റബ്ബ് മതി എന്ന് പറഞ്ഞതുപോലെ, മൂസാ നബി അലൈഹിസ്സലാം എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന് പറഞ്ഞതുപോലെ, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഭയപ്പെടാനില്ല, എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന് പറഞ്ഞതുപോലെ റബ്ബിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിയാവുന്ന ഒരവസ്ഥയിലേക്ക് റബ്ബ് നമ്മെ എത്തിക്കും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അറിയിക്കാണ്. മാത്രമല്ല അള്ളാഹു വാഗ്ദാനം ചെയ്യുക. അള്ളാന്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലംഘിക്കപ്പെടാത്ത വാഗ്ദാനാണ്. മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഒരു ചാണ് എന്നിലേക്ക് നിങ്ങൾ അടുത്താൽ അവനിലേക്ക് ഒരു മുഴം ഞാൻ അടുക്കും. ഒരു ചാണ് നിങ്ങൾ എന്നിലേക്ക് അടുത്താൽ ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുക്കും. വൈദാ തഖറബ ഇലയ്യ ദിറാഅൻ, ഇനി ഒരു മുഴം നിങ്ങൾ എന്നിലേക്ക് അടുത്താൽ തഖറബ്തു ഇലൈഹി ബാഅൻ, ഒരു മാറ് ഞാൻ നിങ്ങളിലേക്ക് അടുക്കും. വൈദാ അത്തൈതനി ഹർവല, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് ഓടി വന്നാൽ
ഇതാ അത്തൈത്തനി യംശി, എന്റെ അടുക്കലേക്ക് നടന്നു വന്നാൽ അത്തൈത്തുഹു ഹർമലത്തൻ, ഞാൻ അവനിലേക്ക് ഓടി അടുക്കും. ഇത് അള്ളാന്റെ വാഗ്ദാനാണ്. നിങ്ങൾ മാനസികമായിട്ട് എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്നിലേക്ക് അടുക്കുക, എങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് അങ്ങോട്ട് അടുക്കും. അപ്പൊ ഈ ഒരവസ്ഥ, എന്റെ കൂടെ റബ്ബുണ്ട് എന്ന് തോന്നുന്ന ഒരവസ്ഥ, ആ റബ്ബിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സുദൃഢമായ യഖീനായ ഈമാനോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ, എല്ലാ കർമ്മങ്ങളിലും പ്രവാചകന്മാരെ പോലെ മുന്നേറാൻ, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ് മുഹാജിർ എന്ന് പറഞ്ഞ രൂപത്തിൽ, അങ്ങനെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ആ റബ്ബ് എന്നെ കാണുന്നു എന്ന ദൃഢമായ വിശ്വാസമുള്ളവന് മാത്രമേ സാധിക്കുള്ളൂ. ആ സുദൃഢമായ വിശ്വാസത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം അള്ളാഹു അവന്റെ ഖുർആനിൽ പറയുന്നത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നമ്മെ അറിയിക്കുന്നത്, നമ്മൾ സുദൃഢമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്നു എങ്കിൽ അള്ളാഹുവിനെ ജീവിതം കൊണ്ട് അനുഭവിച്ച് അറിയാൻ സാധിക്കും. അങ്ങനെ അനുഭവിച്ച് അറിയാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഇക്കാലം അത്രയുമുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കാം, നിങ്ങളെ മനസ്സിനോട് ചോദിക്കാം, ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കാം. ഇല്ലെങ്കിൽ എന്ത് വരണം? മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവിനെ അനുഭവിച്ചറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹ് വാഗ്ദത്തം ലംഘിക്കാത്തവനാണ്. നമ്മൾ തോന്നിയമാതിരി ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ എന്ന് വിചാരിച്ചാൽ നടക്കൂല. മാത്രല്ല, തമ്മാടിയും താന്തോന്നിയായിട്ട് ജീവിക്കുന്നവന് എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിക്കാനല്ലാതെ ഒരു കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അന്ന് കൊടുക്കുകയില്ല. അതാ ഖുർആൻ എത്ര സ്ഥലത്തുണ്ട്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തോന്നിവാസികളായ ആളുകൾ അള്ളാഹു അള്ളാഹ് ഹിദായത്ത് നൽകൂല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനതക്ക് അള്ളാഹു ഹിദായത്ത് നൽകൂല. എത്ര സ്ഥലത്തുണ്ട് ഖുർആനിൽ? ഒക്കെ നെഗറ്റീവായിട്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്യണമെങ്കിൽ ആ അള്ളാഹുവിനെ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിനുള്ള സുദൃഢമായ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന് അമ്പിയാക്കന്മാർക്ക് തോന്നിയതുപോലെ ആ അമ്പിയാക്കന്മാരെ പടച്ച റബ്ബ് തന്നെയാണ് മൂസയും ഈസയും അഹ്മദും അബൂബക്കറും ആയിട്ടുള്ള നമ്മയും സൃഷ്ടിച്ചിട്ടുള്ളത്. ആ അള്ളാഹു നമ്മോടൊപ്പവും ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് നമുക്ക് നീട്ടിയിട്ട് എന്ന കയറാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയും അത് കഴിയുന്നത്ര അർത്ഥസഹിതം പഠിക്കുകയും ആ ഖുർആനുമായി എത്ര കണ്ട് നമ്മൾ അടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുകയും അള്ളാഹു അതിലേറെ നമ്മിലേക്ക് അടുക്കുകയും ചെയ്യും. ഒരു സംശയവുമില്ല. എല്ലാവർക്കും യഖീനായ ഈമാൻ കിട്ടും, എല്ലാവർക്കും കിട്ടും. നോക്കൂ, നിങ്ങൾ നിസ്കാരം എന്നൊരു ഇബാദത്ത് ഉണ്ടല്ലോ, അത് എന്തിനു വെച്ചതാണെന്നറിയോ? ഖുർആനില് ഒരു ഭാഗം അള്ളാഹുവിനെ കുറിച്ചാ പറയുന്നത്, മൂന്നിലൊരു ഭാഗം പരലോകത്തെ കുറിച്ച് പറഞ്ഞു തന്നെ പല രൂപത്തിൽ ഇങ്ങനെ മാറ്റും മറിച്ചും പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ് അത്രയും തവണ പറഞ്ഞത്? നമുക്കിങ്ങനെ തോന്നും ഖുർആൻ ഇതെന്തിനാ പറഞ്ഞു തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ തോന്നും ഖുർആൻ ഓതുമ്പോ. മൂന്നിലൊരു ഭാഗം അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ സിഫാത്തുകൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ ശിക്ഷ, അവന്റെ രക്ഷ, ഇങ്ങനെ അവൻ നൽകുന്ന രക്ഷ, ഇതൊക്കെയാണ് മൂന്നിലൊരു ഭാഗം. ബാക്കി മൂന്നിലൊരു ഭാഗം പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷ, അവിടുത്തെ അവസ്ഥകൾ, സ്വർഗത്തിലെ അവസ്ഥകൾ, നരകത്തിലെ അവസ്ഥകൾ, ഇതൊങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണത്? ഒരു പേജാണ് നമുക്ക് ഒരു ദിവസം ഖുർആനിൽ നിന്ന് ഓതാൻ സാധിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ കുത്തുന്ന എന്തെങ്കിലും അത് വന്നിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ കലാമാണല്ലോ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന് നമ്മോട് പറയാനുള്ള അവന്റെ കലാമാണ് ഖുർആൻ. ആ കലാമ് നമ്മെ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിർത്തിക്കുക, എന്നിട്ട് ആ കലാം ആ നിസ്കാരത്തിൽ പാരായണം ചെയ്യിക്കുക. അങ്ങനെ നിസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ കലാം ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്താൽ നമ്മൾ അങ്ങോട്ട് അടുത്തതിലേറെ അള്ളാഹു ഇങ്ങോട്ട് അടുക്കും. അപ്പം മറിയത്തുന്ന നമുക്കും അനുഭവപ്പെടും, അള്ളാഹുവിന്റെ സാമീപ്യം നമുക്കും അനുഭവപ്പെടും. ഇതാണ് ഖുർആൻ അള്ളാഹ് സ്വീകരിച്ച ശൈലി.
പ്രത്യേകിച്ച് ഖിയാമുൽ ലൈൽ കൂടി നിസ്കരിക്കാൻ തയ്യാറായാൽ ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീല, തീർച്ചയായും രാത്രിയുടെ അന്ത്യയാമത്തിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കൽ അത് പറയുന്നത് മനസ്സുമായിട്ട് യോജിച്ചു വരാൻ ഏറ്റവും നല്ല സമയമാണ്. അപ്പൊ ഖുർആനിന്റെ ആശയം ഏതാണ്ടൊക്കെ നമുക്കറിയാം. എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നിങ്ങനെ കൈകെട്ടി അത് ഈ ഉറങ്ങി ക്ഷീണം മാറ്റി നല്ല തെളിഞ്ഞ മനസ്സും തെളിഞ്ഞ അന്തരീക്ഷവുമായി ശാന്തമായ അന്തരീക്ഷവുമായി നിൽക്കുന്ന പുലർച്ചെ സമയത്ത് അത്താഴത്തോടടുത്ത സമയത്ത് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ഞാനും റബ്ബുമായിട്ട് നേരെ സംഭാഷണം നടത്തുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ഈമാനികമായ ഉയർച്ചയിലേക്ക് ഞാനും നിങ്ങൾ എത്തും. അപ്പൊ റബ്ബ് നമുക്ക് അവന്റെ സാമീപ്യം കാണിച്ചു തരും. നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഖുർആനുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണെങ്കിൽ ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വഹി പോലെ ചിലപ്പോൾ നമ്മളെ മനസ്സിൽ അത് തോന്നിപ്പിച്ചു തരും. നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് ഒരു വഹി മുഖേന തോന്നിപ്പിച്ചു തരുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ അള്ളാഹു ഖുർആനിലൂടെ നമ്മെ അടുപ്പിക്കും അള്ളാഹുവിലേക്ക്. അപ്പൊ മഅയ്യത്തുള്ള എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എനിക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാമും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയതുപോലെ അവര് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സർവസ്വവും ത്യജിച്ചതുപോലെ ദുനിയാവൊരു ചുക്കും അല്ല എന്നുള്ളതൊക്കെ എല്ലാം വലിച്ചെറിയാനും ഞാനും നിങ്ങൾ തയ്യാറാവും. എപ്പോ അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന ഒരു ഈമാനികമായ നിലവാരത്തിലേക്ക് ഞാനും നിങ്ങൾ എത്തുമ്പോ. ഖുർആനിൽ നിന്ന് ഒരു പേജ് പാരായണം ചെയ്യുമ്പോൾ പോലും അള്ളാഹു എന്നോട് സംസാരിക്കുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇപ്പൊ ഖുർആന് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകുമെന്നും പൈശാചികത ബാധിക്കുകയില്ല എന്നും ഒക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ. അൽ ബഖറ ഇങ്ങനെ തുടക്കം തന്നെ ഓതി നോക്കിയാല് നമ്മളോട് എനിക്ക് തോന്നുന്നു ഇന്നെ കുറിച്ചാ പറയുന്നത്, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ കുറിച്ചാ പറയുന്നത്. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون ومن الناس മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട് അതിങ്ങനെ ഓതുമ്പോൾ എനിക്ക് തോന്നും നിങ്ങൾക്കും തോന്നും ഞാനാണോ അതിന്. ومن الناس من يقول പറയുന്ന ആളുകൾ ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഞാൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ വമാ ഹും ബിമുഅ്മിനീൻ, അവർ യഥാർത്ഥ വിശ്വാസികളായിട്ടില്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, ആളുകളുടെ മുമ്പിൽ ഇസ്ലാമിക നാമം സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഒന്ന് പള്ളിയിൽ ഇടക്കിടക്ക് കയറിക്കൊണ്ട് പലതും മുസ്ലിം ആണെന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അതാണ് പറയുക യുഖാദിഊന അല്ലാഹ, അവർ അല്ലാഹുവിനെ വഞ്ചിക്കാണ്. വല്ലദീന ആമനു, വിശ്വാസികളെയും അവർ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ അവരുടെ ശരീരത്തെ അല്ലാതെ വഞ്ചിക്കുന്നില്ല, സ്വന്തത്തെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. വമാ ഹും യശ്ഉറൂൻ, ഞാൻ എന്നെ തന്നെയാണ് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്, നഷ്ടം എനിക്ക് തന്നെയാണ് ദുനിയാവിലും ആഖിറത്തിലും എന്ന് അവൻ അറിയുന്നില്ല. വമാ ഹും യശ്ഉറൂൻ, അപ്പം അല്ലാഹുവിനെ വഞ്ചിക്കാം. ഞാൻ മുഅ്മിനാണെന്ന് പറയാ, എന്നാ മുഅ്മിനായിക്കൊണ്ട് ഞാൻ ജീവിക്കാൻ തയ്യാറല്ല. ഞാൻ മുഅ്മിനാണെന്ന് പറയാ, ആളുകളുടെ മുമ്പിൽ മുഅ്മിനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുക. യഥാർത്ഥത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ കഴിവിന്റെ പരമാവധി വിശ്വാസവും കർമ്മങ്ങളും നന്നാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയില്ലാതെ അള്ളാഹുവിൽ വഞ്ചിച്ചിങ്ങനെ കാട്ടിക്കൂട്ടുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഏത് വിഭാഗത്തിലാണെങ്കിലും, മുജാഹിദാണെങ്കിലും സുന്നി ആണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്. ഖുർആൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്താൽ എല്ലാ പൈശാചികതയും നിങ്ങളിൽ നിന്ന് നീങ്ങാനും അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവാനും അത് പാരായണം ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ പാരായണം ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതന്നെ അള്ളാഹിന്റെ ഖുർആൻ പഠിച്ചാൽ അള്ളാഹുവിന്റെ മഹയ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്നിട്ട് അള്ളാഹ് തുറന്ന് പറയുന്നത് അറിയോ? ഫീ ഖുലൂബിഹിം മറദുൻ, അവിടെ ഹൃദയത്തിൽ രോഗമുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ, അങ്ങനെ രോഗം പിടിച്ച ഹൃദയവുമായി ജീവിക്കുന്ന ആളുകളുടെ രോഗം അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകി. അതാ അള്ളാഹുലേക്ക് അടുക്കണം. അള്ളാഹ് അങ്ങോട്ട് അടുക്കണമെങ്കിൽ രോഗം ബാധിച്ച് അള്ളാഹിനെ പറ്റിച്ച് ജീവിച്ചാൽ അള്ളാഹിനെ പറ്റിക്കും. അപ്പൊ അവരെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുള്ളൂ.
അവന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. ഈ മതം വിട്ട പെണ്ണും മതം വിട്ട ആണും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഒരു കാലത്ത്, അവരൊക്കെ ജീവിതത്തിൽ തമ്മാടിത്തരം കൊണ്ട് തോന്നിയാസങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ അള്ളാന്റെ ദീനിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത്. ഒരു സംശയവുമില്ല. അത് അള്ളാഹ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അള്ളാഹ് പറഞ്ഞതല്ലേ? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ അള്ളാഹ് പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞതാണോ? അപ്പൊ അതുകൊണ്ട് മതം വിട്ട ആണുങ്ങളും മതം വിട്ട പെണ്ണുങ്ങളും മതം വിടുന്നൊരവസ്ഥയും നമ്മുടെ സമുദായത്തിൽ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് അകന്നത് കൊണ്ടാണ്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മർള വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ മഗയ്യത്ത് അമ്പിയാക്കന്മാർ അനുഭവിച്ചതുപോലെ അനുഭവിച്ചറിയാൻ സാധിക്കും. ആ നിലക്കുള്ള ഈമാനികമായ നിലവാരത്തിലേക്ക് എത്തുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ഖുർആൻ പഠിക്കുകയും ഖുർആനിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഇബാദത്തിലൂടെയും അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയും ചെയ്യും എങ്കിൽ അള്ളാഹു നമ്മിലേക്കും അടുക്കും എന്നാണ് ഒന്നാം ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നന്മകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളിൽ ദീനിന്റെ തനതായ സത്ത കാത്തു അതിന്റെ തനിമയിൽ നിലനിൽക്കുക എന്നുള്ളത്. അത് ലോകാവസാനം വരെ അള്ളാഹിന്റെ റസൂല് പ്രവാചകന്മാര് പഠിപ്പിച്ച അതേ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് കാണിച്ചു തന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് അതേപടി ലോകാവസാനം വരെ നിലനിർത്തുക എന്നുള്ളതും വിശ്വാസാചാരങ്ങൾ സ്വീകരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസാചാരങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങളോ നന്നാക്കിക്കൊണ്ട് ഇതിൽ വീഴ്ച വരുത്തിയാലും പരലോകം നഷ്ടപ്പെടും. കാരണം അള്ളാഹിന്റെ ദീൻ അള്ളാഹ് പഠിപ്പിച്ചെന്നതാണ്, അത് നമുക്ക് ഇഷ്ടപ്രകാരം മാറ്റം വരുത്താൻ പാടില്ല. റസൂൽ വിശുദ്ധ ഖുർആൻ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം റബ്ബ് മാസങ്ങളെ 12 കണക്കാക്കിയിരിക്കുന്നു. അതിൽ 4 പവിത്രമാണ് അള്ളാഹു അറിയിച്ചു. ആ പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത്, മുഹറം മാസത്തിൽ. മുഹറം, ദുൽഖഅദ്, ദുൽഹിജ്ജ, പിന്നെ റജബ്, ഈ 4 മാസങ്ങളാണ് പവിത്രമായ മാസം. ഈ പവിത്രമായ മാസത്തെ നഹ്സായി കാണുന്ന ജൂതന്മാരുടെ വിശ്വാസം മുസ്ലിം സമുദായത്തിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. അത് നമ്മളും മാറ്റേണ്ടതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ നഹ്സായി പഠിപ്പിച്ചിട്ടില്ല, ഒരു കള്ള ഹദീസ് പോലും ആ വിഷയത്തിലില്ല. പവിത്രമായ മാസമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 മാസത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിന്റെ ഖളാ പ്രകാരമാണെന്ന് ഈമാൻ കാര്യത്തിൽ 6ാമത്തേതായിട്ട് നമ്മൾ എണ്ണി പഠിച്ചതാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു മാസത്തിനോ ഒരു ദിവസത്തിനോ ഒരു സമയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾക്കോ ഒന്നും എന്റെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരാനോ തിന്മ തടയാനോ സാധ്യമല്ല എന്ന അടിയുറച്ച വിശ്വാസമാണ് ഓരോ മുഅ്മിനും ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, വിശ്വാസം കർമ്മവും നന്നാക്കുന്നതോടൊപ്പം ദീനിന്റെ തനിമയിൽ നിലനിൽക്കുക എന്ന് അതിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്യേണ്ടത് പോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാവും. നോക്കൂ, നിങ്ങൾ തൗഹീദിന്റെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ ഖുറാഫാത്തും വിദേഹത്തും വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കണം. അള്ളാന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവും, മഹത്വം ഉണ്ടാവും, സ്ഥാനം ഉണ്ടാവും. നമ്മൾ യഥാർത്ഥ ദീനിലാന്ന് അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. നഹ്സ് സമൂഹത്തിന്റെ അന്ധവിശ്വാസം. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഭൂമിയിലോ ഒരു വിപത്തും സംഭവിക്കുന്നില്ല, അത് സംഭവിക്കുന്നതിന് മുമ്പേ റബ്ബിന്റെ അടുക്കൽ റെക്കോർഡിൽ ഉണ്ടായിട്ടല്ലാതെ എന്ന് ഖുർആനിൽ നമ്മെ അറിയിച്ചതാണ് അള്ളാഹു. അതുകൊണ്ട് ഏതെങ്കിലും സമയത്തിന്റെ മോശം കൊണ്ടോ ഏതെങ്കിലും ദിവസത്തിന്റെ മോശം കൊണ്ടോ ഏതെങ്കിലും പക്ഷി കൂവിയത് കൊണ്ടോ ഏതെങ്കിലും ജീവി നമ്മുടെ കുറുങ്ങനെ ഓടിയത് കൊണ്ടോ ജീവിതത്തിൽ ഒരു നന്മയും വരില്ല, ഒരു തിന്മയും വരില്ല. ഇതാണ് മുഅ്മിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ദീനിന്റെ തനതായ രൂപത്തിൽ നിലനിൽക്കാൻ സാധിക്കുക. അത്തുയറത്ത് ശിർക്കും, ലക്ഷണം നോക്കൽ ശിർക്കാണ്.
എന്തെങ്കിലും ഒരു അനുഭവം 3 പ്രാവശ്യം ആവർത്തിച്ച് റസൂലുള്ള പറഞ്ഞു, അത്തുയറത്ത് ശിർക്കുൻ, അത്തുയറത്ത് ശിർക്കുൻ, അത്തുയറത്ത് ശിർക്കുൻ. ലക്ഷണം നോക്കൽ ശിർക്കാണ്, ലക്ഷണം നോക്കൽ ശിർക്കാണ്, ലക്ഷണം നോക്കൽ ശിർക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദുരിതവും പരീക്ഷണവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖലാ പ്രകാരമാണെന്നുള്ള വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈമാൻ പൂർത്തിയാവുള്ളൂ. എന്റെയും നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുകയാണെങ്കിൽ അത് ആ കുട്ടി ജനിച്ച ശേഷമാണ്, അല്ലെങ്കിൽ ആ വികലാംഗനായ കുട്ടി ജനിച്ച ശേഷമാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ജനിച്ച ശേഷമാണ്, ഈ ആൺകുട്ടി ജനിച്ച ശേഷമാണ് എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഈമാനിന് തകരാറുണ്ട്. കാരണം നന്മയായിരുന്നാലും തിന്മയാണെങ്കിലും ലക്ഷണം നോക്കൽ ശിർക്കാണ്. കാരണം എല്ലാ നന്മയും തിന്മയും കൊണ്ടുതരുന്നത് അത് വരുത്തുന്നത് അള്ളാഹു ആണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട്, അത് നമ്മുടെ വിശ്വാസത്തിൽ ഏതെങ്കിലും കുട്ടിയായി തീരുക, ഏതെങ്കിലും പൂച്ചയായി തീരുക, ഏതെങ്കിലും കുറ്റിച്ചൂളാനോ മറ്റേതെങ്കിലും ജീവിയായി തീരുക, അല്ലെങ്കിൽ ഏതെങ്കിലും സമയമായി തീരുക, ഏതെങ്കിലും മാസമായി തീരുക. മുഹറം മാസത്തിൽ ചെയ്യുന്ന 10 വരെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുകയില്ല, അല്ലെങ്കിൽ സഫർ മാസം നഹസാണ്. ഈ വിശ്വാസങ്ങളൊക്കെ ജൂതന്മാരിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുയറത്തു ശിർക്കുൻ, അത്തുയറത്തു ശിർക്കുൻ, അത്തുയറത്തു ശിർക്കുൻ, ലക്ഷണം നോക്കൽ ശിർക്കാണ്, ലക്ഷണം നോക്കൽ ശിർക്കാണ്, ലക്ഷണം നോക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നല്ല കാര്യത്തിന് തീരുമാനിക്കുമ്പോഴും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നന്മയായിരുന്നു നേട്ടമുണ്ടായിരുന്നാൽ അത് അള്ളാഹുവിന്റെ ഖലാ പ്രകാരമാണ്, ലാഭമോ നഷ്ടമുണ്ടായാൽ അത് അള്ളാഹുവിന്റെ ഖലാ പ്രകാരമാണ്. ഇതാണ് മുഅ്മിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ മാത്രമാണ് നിർഭയത്വം ലഭിക്കുക. ആ വിശ്വാസം കൊണ്ട് മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുക. ആ നിലക്ക് യഥാർത്ഥ ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്മാരെ പഠിപ്പിച്ച ശരിയായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസികളായിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പിന്റെ കാര്യം ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാധിക്കുന്ന ആളുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വർഷക്കാലത്തെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ആ സുന്നത്ത് നോമ്പുകൾ കഴിയുന്നതും എല്ലാവരും അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അവന്റെ ദീനിന് അനുസരിച്ച് ജീവിക്കുന്ന, വിശ്വാസത്തിൽ പിഴച്ചു പോവാതെ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സർവശക്തനായ റബ്ബെ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. 2 ലോകത്തും ഞങ്ങൾക്ക് ഏവർക്കും നീ ജീവിത വിജയം നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.